നമസ്കാരം. അങ്ങനെ മോഹൻലാൽ ഖേദപ്രകടനവുമായി രംഗത്തെത്തി. പലരും കഴിഞ്ഞ ദിവസം മേജർ രവിയുടെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും. മേജർ രവി കൃത്യമായി പറഞ്ഞിരുന്നു മോഹൻലാൽ ഉടനെ തന്നെ മാപ്പ് പറയും പൊതുസമൂഹത്തോട് എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ലൈവിൽ പലരും വന്ന് പറഞ്ഞിരുന്ന കാര്യം മോഹൻലാൽ മാപ്പ് പറയില്ല എന്നൊരു ഭാഗം പറഞ്ഞപ്പോൾ മോഹൻലാൽ മാപ്പ് പറയണം ഈ സമൂഹത്തോട്. കാരണം മോഹൻലാലിൻ്റെ തന്നെ നിർമ്മാണത്തിൽ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ ഇതിൻ്റെ കണ്ടന്റ് മോഹൻലാൽ അറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം വ്യാപകമായി തന്നെ ഉയരുന്നൊരു ഘട്ടത്തിൽ പലരും പറഞ്ഞിരുന്നത് ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ നൽകണം തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ മോഹൻലാലിനെതിരെ സംഭവിക്കുകയും ചെയ്തു. മേജർ രവിയുടെ ലൈവ് ഇന്നലെ കൃത്യം വൈകുന്നേരം 6 മണിക്ക് നടക്കുന്നു. രാവിലെ തന്നെ ഇന്ന് രാവിലെ ഉച്ചയോടുകൂടി തന്നെ മോഹൻലാൽ ഫേസ്ബുക്കിൽ തൻ്റെ ഖേദപ്രകടനം നടത്തുന്നു. പിന്നാലെ ഈ പോസ്റ്റ് പൃഥ്വിരാജ് സുകുമാരൻ റീഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത്. കാരണം സംവിധായകനായ പൃഥ്വിരാജ് സുകുമാരന് ഇത് എന്താണ് കണ്ടന്റിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടെന്നിരിക്കെ ഇത് സമൂഹത്തിലേക്ക് ഈ സിനിമ ഇറക്കി വിടുമ്പോൾ ഉണ്ടാകുന്ന ഇതുപോലുള്ള കോലാഹലങ്ങൾ ഒന്നും കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് ഈ സിനിമ ചെയ്തതാണ് പൃഥ്വിരാജ് എന്ന് വിശ്വസിക്കാൻ സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും മോഹൻലാൽ ഇത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ വളരെ വ്യാപകമായി ഉയരുന്നുണ്ട്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ഇതിന് കൂട്ടു നിൽക്കില്ല എന്നൊരു ഭാഗം പറയുമ്പോൾ ഇതൊരു സിനിമയായി മാത്രം കണ്ടാൽ പോരെ എന്നുള്ള മോഹൻലാലിൻ്റെ ചിന്തയായിരിക്കാം ഈ സിനിമ ഇറക്കി വിട്ടത് എന്നുള്ളതാണ് മറ്റൊരു ഭാഗം പറയുന്നത്. എന്തായാലും ഈ സിനിമയ്ക്കുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ തന്നെ ഈ സിനിമ വീണ്ടും സെൻസറിങ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതൊരു വോളണ്ടറി സബ്മിഷനാണ്. ഇത് വീണ്ടും റീസെൻസറിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് ഒരു ചെറിയ വ്യത്യാസമായിട്ട് പറയുന്നത്. റീസെൻസറിങ് എന്ന് പറയുമ്പോഴേക്കും കേന്ദ്രത്തിൽ നിന്ന് ഈ സിനിമ വിളിക്കുകയും ഇത് വീണ്ടും സെൻസർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് റീസെൻസറിങ്. വോളണ്ടറിലി പറയുന്നത് ചിലപ്പോൾ ആദ്യത്തെ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ദൈർഘ്യം കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ചില കാരണങ്ങളാൽ നിർമ്മാതാക്കൾ തന്നെ വീണ്ടും സെൻസർ ബോർഡിനെ സമീപിക്കുന്നതാണ് വോളണ്ടറി സബ്മിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വോളണ്ടറിലി നിർമ്മാതാക്കൾ തന്നെ പോയി സെൻസർ ബോർഡിനെ കാണുകയും ഈ സിനിമയിലെ ഇന്ന ഭാഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ തന്നെ പോയതാണ് ഈ 17 സീനുകളോളം മാറ്റിപ്പെട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 20-25 മിനിറ്റോളം കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം അടുത്ത വ്യാഴാഴ്ച മുതലായിരിക്കും പുതിയ കാര്യങ്ങൾ, പുതിയ വെട്ടിക്കളഞ്ഞ ഭാഗങ്ങളോടുകൂടിയുള്ള ചിത്രത്തിൻ്റെ പുതിയ വേർഷൻ അടുത്ത വ്യാഴാഴ്ചയോടുകൂടി തന്നെ തിയേറ്ററുകളിലെത്തും. ഇതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകളാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് നേരെ ചൂടോടെ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകാം. ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ. ഇതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വരുമ്പോൾ തന്നെ അറിയാലോ, ഇതുപോലൊരു സിനിമയ്ക്ക് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ രംഗത്തെത്തുമ്പോൾ മിന്നൽ വേഗതയിലാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെട്ടത്, കമൻറ്റുകൾ വന്നത്, ഇതിൻ്റെ റിയാക്ഷൻസ് വന്നിട്ടുള്ളത്. ഇത് പോസ്റ്റ് വന്നതിന് പിന്നാലെയാണ് പൃഥ്വിരാജ് സുകുമാരൻ ഒരു തരത്തിലുമുള്ള ക്യാപ്ഷൻ ഇല്ലാതെ എമ്പുരാൻ എന്ന ഹാഷ്ടാഗ് വെച്ചുകൊണ്ട് മാത്രം ഈ പോസ്റ്റ് റീഷെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. അതായത് സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരന് ഈ മോഹൻലാൽ പറഞ്ഞ വാക്കുകളിലുപരി ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറയാനില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇതിനകത്ത് മോഹൻലാൽ ചതിക്കപ്പെട്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് വളരെയധികം ഉയരുന്നത്. കാരണം പൃഥ്വിരാജ് എന്ന സംവിധായകനെ മോഹൻലാൽ ബ്ലൈൻഡ്ലി കണ്ണു അടച്ച് വിശ്വസിച്ചോ? അതുകൊണ്ടാണോ ഇങ്ങനെ പിന്നിലുള്ളൊരു കാരണം? കാരണം ഈ സിനിമയുടെ പ്രമേയം സംസാരിക്കപ്പെടുമ്പോൾ മോഹൻലാലിനെ പോലൊരു വ്യക്തിയിലേക്ക് ഈ സിനിമയുടെ കഥ പോകുമ്പോൾ പൃഥ്വിരാജ് പറഞ്ഞിരുന്നത് 6 മണിക്കൂറോളം ദുബായിലെ ആശീർവാദിൻ്റെ ഓഫീസിൽ പോയിട്ടാണ് ഈ കഥ നറേറ്റ് ചെയ്തതെന്നാണ് സിനിമയുടെ റിലീസിന് മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞത്. അങ്ങനെ 6 മണിക്കൂർ പറഞ്ഞ കഥയിൽ ഈ കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും സംസാര വിഷയമായിട്ടില്ലേ? ഇനി അഥവാ ആയിട്ടുണ്ടെങ്കിൽ തന്നെ മോഹൻലാൽ എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല എന്ന് 47 വർഷം സിനിമ പാരമ്പര്യമുള്ള മോഹൻലാലിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള സംശയം കിട്ടാത്തത് എന്താണെന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല, മുരളി ഗോപി എന്ന എഴുത്തുകാരൻ തൻ്റെ സിനിമയിൽ ഉടനീളം ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനകൾ ഇതെല്ലാം തന്നെ ഈ സിനിമയിലും കൃത്യമായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. മോഹൻലാൽ ഇത് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പോർഷൻ മാത്രമാണോ മോഹൻലാൽ കേട്ടത്? മേജർ രവി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, മോഹൻലാൽ എന്ന നടൻ ആദ്യം ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലും മോഹൻലാൽ ഇടപെടില്ല എന്നുള്ളതാണ് മേജർ രവി പറയുന്നത്. താൻ മോഹൻലാലോടൊപ്പം
5 സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു തവണ കഥയുടെ നറേഷൻ കേൾക്കും, അത് ഓക്കെ ആണെങ്കിൽ പിന്നെ ഒരു ഘട്ടത്തിലും മോഹൻലാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള പ്രസ്താവനകൾ നടത്തില്ല. എന്തായാലും നമ്മൾ ഈ പോസ്റ്റിലേക്ക് വരുമ്പോൾ, മോഹൻലാലിൻ്റെ ഈ പോസ്റ്റിലേക്ക് വരുമ്പോൾ, മോഹൻലാൽ ഒരു കൃത്യമായ പാറ്റേണിലാണ് ഈ പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതായത് തൻ്റെ സിനിമാ പ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ടില്ല, എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്നത് സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. ചില സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ എൻ്റെ ചുറ്റുമുള്ള വേണ്ടപ്പെട്ടവരിൽ ചിലർക്ക് മനോവിഷമം ഉണ്ടാക്കി എന്നുള്ള ഈ ഒരു ലൈനുണ്ടല്ലോ, അല്ലാതെ അതെന്താണ് വിഷയമെന്നോ എന്താണ് സംഭവമെന്നോ എങ്ങനെയാണ് ഈ ഖേദപ്രകടനം വന്നതോ എന്നത് സംബന്ധിച്ചൊന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നില്ല. വളരെ കാഷ്വലി എങ്ങനെയാണ് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഒരു ഖേദപ്രകടനം നടത്തേണ്ടത്, അതിൻ്റെ ഓവർലൈങ് നിൽക്കുന്ന കാര്യം, അതിൻ്റെ പുറമേ നിൽക്കുന്ന വശങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി അത് പൊതിഞ്ഞു കെട്ടി മോഹൻലാലിൻ്റെ ഖേദപ്രകടനമായിട്ടാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ ഒരു ഖേദപ്രകടനത്തിലൂടെ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് എന്നുള്ളത്. കാരണം നിർമ്മാതാവായ ശ്രീ ഗോകുലം ഗോപാലൻ ഇതിനു മുന്നേ പറഞ്ഞിരുന്ന ഒരു കാര്യം, ആരെയും നിങ്ങൾക്ക് വെറുപ്പിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം, അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വോളണ്ടറി സബ്മിഷനായിട്ട് സെൻസറിങ്ങിലേക്ക് വീണ്ടും പോവുകയാണെന്നുള്ള പറഞ്ഞ കാര്യം. അപ്പോൾ ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് എമ്പുരാൻ്റെ ഈ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളതാണ് ചോദ്യം. മോഹൻലാലിന് കൃത്യമായ ധാരണ ഉണ്ടാവില്ല എന്നുള്ളതാണ് മേജർ രവിയുടെ വാക്കുകൾ. അത് നമ്മൾ വെള്ളം തൊടാതെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞതാണ് മോഹൻലാൽ ഖേദപ്രകടനവുമായി എത്തുമെന്ന് മേജർ രവി പറയുന്നു. കൃത്യമായി അടുത്ത ദിവസം മോഹൻലാൽ ഒരു ഖേദപ്രകടനം നടത്തുന്നുണ്ട്. അപ്പോൾ മേജർ രവി മോഹൻലാലും തമ്മിലുള്ള ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം അദ്ദേഹം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഈ ഫേസ്ബുക്ക് ലൈവുമായിട്ട് എത്തിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കേണ്ടത്. കാരണം മോഹൻലാലും മേജർ രവിയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്കഷൻ നടക്കുന്നു. ഈ സിനിമയുടെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ഇതിലെ നായകനും നിർമ്മാതാവുമായ മോഹൻലാൽ അറിഞ്ഞിട്ടില്ലേ എന്നുള്ള ചോദ്യം ചിലപ്പോൾ പലർക്കും കേൾക്കുമ്പോഴേക്കും ഞെട്ടലായിരിക്കാം. സംഭവം വാസ്തവമായിരിക്കാം, അതായത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് വാസ്തവമായിരിക്കാം ചിലപ്പോൾ. കാരണം മോഹൻലാലുമായി ബന്ധപ്പെട്ട സീക്വൻസുകളല്ല ഇത് വരുന്നത്, ഒരു ഫ്ലാഷ് ബാക്ക് രംഗമാണ്. സാഹിദ് മസൂദിൻ്റെ കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള ഫ്ലാഷ് ബാക്ക് രംഗങ്ങളാണ് ഈ സിനിമയുടെ ആദ്യത്തെ 25 മിനിറ്റ് കാണിക്കുന്നത്. അതിൽ മോഹൻലാൽ വരുന്നില്ല, അതിൽ ഖുറേഷിയില്ല, സ്റ്റീഫൻ നെടുമ്പള്ളിയില്ല, ലാലേട്ടനില്ല, ആരുമില്ല. അപ്പോൾ ആ ഒരു പോർഷനിലേക്ക്, ആ ഒരു കലാപത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിലൊന്നും മോഹൻലാൽ ഇടപെട്ടില്ലെങ്കിൽ പോലും നിർമ്മാതാവായ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ ഉള്ളപ്പോൾ ഈ സെറ്റ് വർക്ക് എന്തിനാണ്, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് എന്നെങ്കിലും ഒരു ചോദ്യം ഉയരില്ലേ? അതുകൊണ്ടാണ് ഈ സംശയങ്ങളൊക്കെ ഉയരുന്നത്. എന്തായാലും ഈ ഖേദപ്രകടനമായി രംഗത്തെത്തിയത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതായി കരുതുന്നുണ്ടോ? അറിയില്ല. ഈ ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രം തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ മോഹൻലാലിന് നേരെയും എമ്പുരാന് നേരെയും പൃഥ്വിരാജിന് നേരെയും ഇനി കല്ലേറുകൾ ഉണ്ടാവാതിരിക്കുമോ? അറിയില്ല. അതൊക്കെ വരും മണിക്കൂറുകളിൽ അറിയേണ്ട കാര്യമാണ്. എന്തായാലും ഖേദപ്രകടനവുമായി അണിയറ പ്രവർത്തകർ എത്തുന്നതോടുകൂടി ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതായത് വ്യാഴാഴ്ചയോടുകൂടി തന്നെ ഇതിൻ്റെ പുതിയ പതിപ്പ് വരുന്നു. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യത്തിൽ കൊണ്ടാണല്ലോ ഖേദപ്രകടനം ഉണ്ടാക്കുന്നത്. ആ തെറ്റ് മനസ്സിലാക്കുന്ന അണിയറ പ്രവർത്തകരുടെ മുന്നിലേക്ക് ഈ സിനിമ വീണ്ടും പ്രദർശനത്തിനായി എത്തുമ്പോഴേക്കും ലാലേട്ടന് നട്ടലില്ല, അല്ലെങ്കിൽ ഒരു കൃത്യമായ നിലപാടില്ല തുടങ്ങി നിരവധി വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഉയരുമ്പോഴേക്കും ഖേദപ്രകടനമാണ് കൃത്യമായ ധാരണയിലേക്ക് ഈ സിനിമയെയും സിനിമയുടെ പ്രവർത്തകരെയും കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ള ധാരണയിലേക്ക് മോഹൻലാൽ എത്തുമ്പോഴേക്കും ഇനി ചോദ്യം L3യിലേക്കാണ്. 3-ാം ഭാഗം ഉണ്ടാകുമെന്ന് കൃത്യമായ അറിയിപ്പ് വരുമ്പോൾ ഇനി L3 ഡ്രോപ്പ് ചെയ്യപ്പെടുമോ, അതോ അങ്ങനെ ഒരു സിനിമ ഇനി സംഭവിക്കാനൊരു സാധ്യതയുണ്ടോ? നിലവിൽ ഇത്രയും വിവാദങ്ങൾ കത്തിപ്പടർന്നിരിക്കുമ്പോൾ ഇനി ഒരു 3-ാം ഭാഗത്തിലേക്ക് ഇതിന് അണിയറ പ്രവർത്തകർ ചുവട് വയ്ക്കുമോ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്.